അധികാരികളുടെ കൺമുന്നിൽ അനിശ്ചിതകാല സമരം നടത്തിയിട്ടും കണ്ണു തുറക്കാതെ അധികാരവർഗം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ അനിശ്ചിതകാല സമരം 55-ാം ദിവസത്തിലേക്ക്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി ഒരാഴ്ച മാത്രം. ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഇടതു സർക്കാർ. കണ്ണുകെട്ടി സമരം, മുട്ടിലിഴഞ്ഞ് സമരം, ഏത്തമിട്ടും തലമുണ്ഠനം ചെയ്തും പ്രതിഷേധം. ഇങ്ങനെ സമരത്തിൻ്റെ മുഖങ്ങൾ വ്യത്യസ്തങ്ങൾ. പക്ഷേ കണ്ണു തുറന്ന് കാണേണ്ടവർ മാത്രം അതു കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. CPO റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ട് 55-ാം ദിവസത്തിലെത്തി. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ ഇനി ഒരാഴ്ച മാത്രം. സമരം ചെയ്തിട്ടും ഫലമില്ലാതായതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് റാങ്ക് ഹോൾഡേഴ്സ്. ഏറ്റവും വലിയ ഒരു നീതി നിഷേധമാണ് ഈ ഒരു സമരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എവിടെ തുല്യ നീതി എന്നുള്ളതാണ്. നമുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് PSC 2 ഘട്ട എക്സാം നടത്തുകയും ഈ 2 ഘട്ട എക്സാമിൽ നിന്ന് പാസ്സായി വരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകാമെന്ന് പറയുകയും എന്നാൽ അങ്ങനെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്ന് നാളിതുവരെ നിയമനം നടത്തിയിരിക്കുന്നത് 20% മാത്രമാണ്. എന്നാൽ അടുത്ത ഒരാഴ്ച ഉറപ്പായിട്ടും നമ്മൾ വലിയ രീതിയിൽ തന്നെ സമരത്തിലേക്കാണ് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ഇതുവരെ ഈ 54 ദിവസമായിട്ടും തിരിഞ്ഞു നോക്കാത്ത ഗവൺമെന്റ് ഇനി എന്നാണ് കണ്ണു തുറക്കാതിരിക്കുന്നത്? ഈ ഒരു ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഒരു തമാശയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 13,975 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ജോലി ലഭിച്ചത് 3000-ഓളം പേർക്ക് മാത്രം. ബാക്കി 80% ഇപ്പോഴും തൊഴിലിനായി കാത്തിരിപ്പിൽ. രാപ്പകലില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷകളോടെ പഠിച്ചു. ഒടുവിൽ PSCയുടെ റാങ്ക് ലിസ്റ്റിലും കയറി. പക്ഷേ ജോലി മാത്രമില്ല, ഒടുവിൽ സമരം ചെയ്യേണ്ട ഗതികേടും. ക്യാമറാമാൻ ബിജു പരവൂരിനൊപ്പം ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.